മിക്ക അച്ഛനമ്മമാരും കുട്ടികൾ തലവേദന പറയുമ്പോൾ അത് മടിയാണ്, ക്ലാസ്സിൽ പോവാതിരിക്കാനാണ് എന്നൊക്കെയാണ് വിചാരിക്കുക. ചില ആളുകൾ സ്കാനിങ്ങും ടെസ്റ്റും ഒക്കെ ചെയ്യും. അതിൽ വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പിന്നീട് തലവേദന അത്ര സീരിയസ് ആയി കാണില്ല. എന്നാൽ കുട്ടികളിലെ ഇത്തരം തലവേദന ഒരുപക്ഷെ മൈഗ്രെയിൻ ആവാം. പല സ്റ്റഡീസിലും പറയുന്നത് ഏകദേശം 10% കുട്ടികൾക്ക് മൈഗ്രെയിൻ ഉണ്ട് എന്നാണ്. ഇനി കുറച്ച് കുട്ടികൾക്ക് തലവേദന അത്ര പ്രോമിനന്റ് ആയി ഉണ്ടാവില്ല. ഇടവിട്ടോ കണ്ടിന്യൂസ് ആയോ വയറുവേദന, ഛർദ്ദിക്കാൻ വരിക, ഓക്കാനം, വൊമിറ്റിംഗ്, ഇങ്ങനെ ചില ലക്ഷണങ്ങളാവും കൂടുതലായി പറയുക. ഇവർക്ക് അബ്ഡോമിനൽ മൈഗ്രെയിൻ, സൈക്ലിക് വോമിറ്റിംഗ് സിൻഡ്രോം ഇങ്ങനെയുള്ള മൈഗ്രെയിനിന്റെ വേരിയൻസ് ആവാം. ഇങ്ങനെയുള്ളവർക്ക് പിന്നീട് മൈഗ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതും കാണാം. മൈഗ്രെയിൻ ഉള്ള പല ആളുകളോടും വിശദമായി ചോദിക്കുമ്പോൾ കുട്ടിക്കാലത്ത് അവർക്ക് ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു, അപ്പൊ എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കും, മാറും, പിന്നൊന്നും അത്ര കാര്യമായി എടുക്കില്ല, ഇങ്ങനെ പറയുന്നത് പല കേസിലും കാണാറുണ്ട്. കുട്ടികളിലാണെങ്കിലും മൈഗ്രെയിൻ ശരിയായി മാനേജ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നീട് കൂടുതൽ ഫ്രീക്വന്റ് ആയി തലവേദന ഉണ്ടാവാം. അതവരുടെ കരിയർ, പഠിത്തത്തെയൊക്കെ ബാധിക്കാം. സോ റിപ്പീറ്റഡ് ആയി കുട്ടികൾ തലവേദന പറയുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് ശരിയായത് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കി ചികിത്സിക്കാൻ ശ്രമിക്കുക.